അടിക്കട്ടെ. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കരുണയുടെ കാറ്റ്. Not by merit, not by grace. എന്റെ കഴിവല്ല, നിന്റെ കൃപ അടിയറവെക്കുന്ന കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ കർത്താവേ, നിന്റെ കരുണയുടെ കാറ്റ്, നിന്റെ കരുണയുടെ കാറ്റ് വീശി അടിക്കണമേ, വീശി അടിക്കണമേ. തകർന്നു പോയവരെ, ജീവിതം കൈവിട്ടു പോയവരെ കർത്താവേ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. കന്യാമറിയത്തിന്റെ, പരിശുദ്ധ അമ്മയുടെ, എല്ലാ മലക്കുമാരുടെ, രക്തസാക്ഷികളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടി ദൈവകരുണയ്ക്ക് നിന്നെ പരമേൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എഫെസ്യർ 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതായത് ഇതിൻ്റെ അകത്ത് വിഷയം എന്ന് പറയണത്, നമ്മൾ എപ്പോഴും ഉടമ്പടിയിലിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് നിർജ്ജീവമാകാതിരിക്കാനും വേദനിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊരു ആൾ എന്നോട് ഒരു കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളിനെ കൂടുതൽ കോടതി ചാർജിങ് വരണമെങ്കിൽ വക്കീൽ പറഞ്ഞിരിക്കണത് ഇന്ന വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ വകുപ്പ് സത്യമാണോ? അപ്പം സത്യമല്ല, ആളെ നമ്മളെ കുരുക്കണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാ പ്രവർത്തിക്കത്തില്ല. എന്താ കാര്യം? അസത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ വിളിക്കണത് എന്താണ്? സത്യത്തിൻ്റെ ആത്മാവെന്നാണ് വിളിക്കണത്. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ സ്വരം കേൾക്കും. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു ജീവിതമാണ്. അവിടെ നിങ്ങൾ തോറ്റാലും സത്യമോ വെടിയരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതികളുടെ മുമ്പിൽ, പിശാചിന് മുമ്പിൽ ജയിക്കാൻ വേണ്ടി പിശാചിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കരുത്, ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കണം. 6:25 എഫെസ്യൻസ് എടുക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എഫേസോസ് 6:13 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 6:13. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി ജീവിതത്തിലെ ഒരു ജീവിതക്രമമുണ്ടത്. ജീവിതക്രമം, അതായത് ഇപ്പം ഈ നമ്മുടെ ജെറോമി പറയണത്, അവസാനം പറയണത്, ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വാക്ക്. എന്താ അദ്ദേഹം പറയണത്? ഞങ്ങളെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നോ
ഞങ്ങൾ ദാനധർമ്മം ചെയ്യാൻ തുടങ്ങിയെന്നല്ല പറയണത്. ഞങ്ങൾ എന്തൊരു കോൺഷ്യസാണ്. ഞങ്ങൾ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി? ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻസ് വരും. എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയണത്? അതിനകത്ത് വാഗ്ദാനങ്ങളാണ് ഉടമ്പടിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണത് ഒരു അക്കൗണ്ട് ദൈവമായിട്ട് ഓപ്പൺ ചെയ്യണം. നമ്മൾ ആ അക്കൗണ്ടിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തിന് 8850 വാഗ്ദാനങ്ങളിലേക്കാണ് നമ്മൾ വരണത്. ആ വാഗ്ദാനങ്ങൾ ഒന്നാണ് എന്താ ഉള്ളത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ചെന്നാലും നമുക്ക് മുമ്പേ കർത്താവ് ആ ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ആളെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കും. വല്ലാത്ത പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ ജെറോമിയുടെ വിഷയം എന്ന് പറയണത്, ജെറോമി ഉടമ്പടി എടുത്ത്, ജെറോമി എന്താ ലൈഫ് എന്താണ്? ഉടമ്പടി അല്ലാത്തൊരു ജീവിതത്തിൽ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും സ്വന്തം കഴിവിൽ നല്ല ശമ്പളമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലുകൊണ്ട് ജീവിച്ച് പോകണവർ. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഭയങ്കര ഡാമേജാണ്. എന്താ കാര്യം? മെറിറ്റ് കൊണ്ട് തന്നെ അയാൾ ജീവിക്കുന്നുണ്ട് ഭൗതികമായി. ഇപ്പോൾ ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ വചനം നിങ്ങളെ ഒരു രണ്ടാം തരം പൗരനായിട്ടാണ് കാണുന്നത്. ദൈവരാജ്യത്തെ പൗരന്മാരെ രണ്ടായിട്ട് വചനം തിരിച്ചിട്ട് പറയും, നിങ്ങൾ മറ്റു മനുഷ്യരെക്കാൾ ഹതഭാഗ്യന്മാരാണ്. എന്താണ്? ഇങ്ങനെയുള്ള ഒരു ദൗത്യം വചനവും ആത്മാവിനെയും പ്രോമിസ് ചെയ്യപ്പെടാത്ത ഒരു ജനതയെക്കാളും മോശമാണ് ആര്? ഈ സ്വന്തം ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ. അപ്പോൾ എപ്പോഴും ക്രിസ്തുവിൽ ആങ്കർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ 50% മാത്രമേ ഈ ഭൗതിക ആവശ്യങ്ങൾ വരുന്നുള്ളൂ. 50% നിത്യതയാണ് വരുന്നത്. അപ്പോൾ നിത്യതയെക്കുറിച്ച് കോൺഷ്യസ് ആകണം. അതുകൊണ്ടാണ് ഭജന എപ്പോഴും പറയണത് യേശുക്രിസ്തുവിൽ എടുത്ത വചനെടുത്ത് 1-15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഈ ജീവിതത്തിന് വീട്, ജോലി, വിവാഹം, പ്രൊമോഷൻ, PR, പെൻഷൻ, ഇങ്ങനെയുള്ള ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എന്ത് പറ്റും? അത് നിങ്ങൾ പ്രസാദപരത്തിലോ നിത്യതയിലോ അല്ല വിശ്വസിക്കണത്. അപ്പം മറ്റു മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവരാകും. എന്നും കൊന്നും നമ്മൾ ഉടമ്പടി പുതുക്കുന്ന ഇപ്പം നീല പേപ്പർ ചില ആൾക്കാരുടെ കയ്യിലുണ്ട്, ചില ആൾക്കാരുടെ സിൽവർ ഗ്രേ ഉണ്ട്. അപ്പം ഞാൻ സിൽവർ ഗ്രേക്കാരോട് ചോദിക്കും, എന്നാ നിയോഗം വെച്ചിരിക്കണത്? അത് കെട്ടിച്ചു വിട്ട മകളുടെ മകൾ, അതായത് ഇവരുടെ പേരക്കിടാവ് ഇപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയണത് അവൾ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, അതാണ് വെച്ചിരിക്കണത്. അപ്പം നിങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിച്ച് സിൽവർ ഗ്രേയും കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഈ അലപരാധി കാര്യങ്ങളെ വെക്കത്തുള്ളൂ. ഇവർ ശരിക്കും പറഞ്ഞ് സിൽവർ ഗ്രേയിലൊക്കെ ഉള്ള ആൾക്കാർ വെക്കേണ്ടത് എന്താണ്? ഈ നിത്യത, ഈ ഭൗതികമായ വിഷയങ്ങളൊന്നും വെക്കരുത്. ഇതൊക്കെ എന്താ കാര്യം? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ 6 കാര്യങ്ങളും വെക്കേണ്ടത് എന്താണ്? കർത്താവിനെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അതുപോലുള്ള പുതിയ പുതിയ ദൈവമേഖലകളിലെ ശുശ്രൂഷ കാര്യങ്ങളല്ലേ വെക്കേണ്ടത്. അപ്പോൾ ഉടമ്പടി ഗ്രോത്ത് അങ്ങനെ വരണത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സിൽവർ ഗ്രേ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതുക്കൾ നിർത്തി വെച്ചതിൻ്റെ കാര്യം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും നേരിട്ട് ഒരു ദിവസം കാണും. സിൽവർ ഗ്രേക്കാരെ എല്ലാവരും നേരിട്ട് കാണും. എന്നിട്ട് അവരുടെ എല്ലാം എടുപ്പിക്കും. ഞാൻ അവരുടെ നിയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് എടുപ്പിച്ചിട്ട് അവർക്ക് പ്രത്യേക ധ്യാനം നടത്തി. അതിനാണ് മരിയൻ അഗ്നി അഭിഷേക ധ്യാനം എന്നും പറഞ്ഞൊരു ധ്യാനം വരുന്നുണ്ട്. താമസമുള്ള ധ്യാനമാണ്. അപ്പോൾ അവരെ കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിട്ട് അവർ ഇനിയുള്ള കാലങ്ങളിൽ ഇതിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഇല്ലായ്മയും ഓർത്തുകൊണ്ടും
ഞാൻ പ്രശംസിക്കുമെന്ന് പറയുന്ന ഒരു അധ്യായം ഇതിൽ. അതാണ് ബൈബിളിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഇപ്പൊ നമ്മൾ ഉടമ്പടിയുടെ 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും ഒക്കെ നമ്മുടെ ഇല്ലായ്മ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്, ഇല്ലേ? ഉടമ്പടി പുരോഗമിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പ്രശംസയായിട്ട് മാറും. അതാണ് വ്യത്യാസം. പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നിറയുന്ന അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇല്ലായ്മ ദൈവകൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ആന്തരിക സന്തോഷം ഉണ്ടാകും. അത് അഭിഷേകത്തിൻ്റെ വേറെ ഒരു മുതിർന്ന തലമാണ്. അപ്പോൾ അത് നിങ്ങളുടെ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചോദിക്കത്തില്ല ദൈവത്തോട്. ആ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അഗ്നിയഭിഷേകത്തിൻ്റെ ആ ദിവസം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ ഉടമ്പടി തുടങ്ങിയില്ല. ഞങ്ങൾക്ക് തൊട്ടടുത്ത പള്ളിയിൽ കുർബാനയൊന്നും ഇല്ലായിരുന്നു ദിവസങ്ങളിൽ. അപ്പം ഞങ്ങൾ മുളന്തുരുത്തിയിൽ വേണമായിരുന്നു പള്ളിയിൽ പോകാൻ. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങിക്കഴിഞ്ഞ് 4 ദിവസം ഇതുവരെ അവിടെ എത്താത്ത എഡ്യൂക്കേഷൻ്റെ പേപ്പർ 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അതുപോലെ തന്നെ പിന്നെ പ്രോസസ്സുകളൊക്കെ അവർ പറയുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തടസ്സം വന്നത് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ്. ഓഫർ ലെറ്റർ വന്നപ്പോൾ തടസ്സം വന്നത് എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ കിട്ടണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഓഫർ ലെറ്ററിൻ്റെ ഇത് ഭയങ്കര തടസ്സം, എന്ത് ചെയ്താലും പിന്നെ തടസ്സം വരുന്നത്. ഓഫർ ലെറ്റർ കിട്ടില്ല ഏജൻസിന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ എടുക്കുന്നില്ല, അപ്പോൾ ഓഫർ ലെറ്റർ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ഏജൻസിയിൽ നിന്നൊരു മറുപടി വരുന്നത്. അപ്പം ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഓഫർ ലെറ്റർ കിട്ടി. അത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് കിട്ടിയത്. എനിക്ക് തന്നെ വിശ്വാസമായില്ല, എനിക്കാണോ ഓഫർ ലെറ്റർ കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ OETയുടെ സ്കോറ് എക്സ്പയറായി. എല്ലാവർക്കും അറിയാവുന്നതാണ്, OETയുടെ സ്കോർ എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആദ്യം തന്നെ എഴുതി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എനിക്ക് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B സ്കോർ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് എക്സ്പയറും കൂടി ആയിക്കഴിഞ്ഞ് പിന്നെ പ്രോസസ്സിൻ്റെ ഒരു ഡിലേയും കൂടി വരുമല്ലോ. അപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കര സങ്കടമായി. പിന്നെ എന്നാലും ഞാൻ തീരുമാനിച്ചു, ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലേ, ഇപ്പം എന്തിനാ പേടിക്കണേ, ഒന്നോടെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ ഇനി എഴുതി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇതിൽ തന്നെ കിട്ടി എന്ന് എനിക്കൊരു ഉറപ്പ് വേണമല്ലോ. ഇപ്പം ഞാൻ എല്ലാവരും എഴുതും, അപ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പം ഞാൻ മാതാവിൻ്റെ ഇതിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് OET എന്നുള്ളൊരു വിശ്വാസം വരണം. അപ്പം എന്നെ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാണിക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ലിസണിങ് കൊന്ത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ വന്നു. ഇന്ന ഉത്തരം ABCD അങ്ങനെ ഓരോ ഉത്തരങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഉത്തരം തന്നെ എഴുതാം. ഇപ്പോൾ സ്കോർ കിട്ടിയില്ലെങ്കിലും സാരമില്ല, നമുക്ക് അവിടേക്ക് പോകുമ്പോൾ ക്ലബിങ് ചെയ്യാമല്ലോ, കിട്ടിയില്ലെങ്കിലും സാരമില്ല, അതെന്നെ അങ്ങ് എഴുതാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ലിസണിങ് ഞാൻ കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ടായിരുന്നില്ല. അപ്പോൾ തലേ ദിവസം കേട്ട ആ ഒരു ഇതിൽ വെച്ചാണ് ഞാൻ OETയുടെ എല്ലാ ഓപ്ഷൻസും മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ റീഡിങ്ങിൻ്റെ ആയാലും എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് റീഡിങ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ OET എഴുതുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പേരൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ പേര് ഫുൾ നെയിം എഴുതുമ്പോൾ വീട്ടുപേര് വരുമ്പോൾ എക്സ്പാൻഷൻ ചെയ്ത് എഴുതാണ്ട് ഞാൻ അത് എഴുതിയില്ല എക്സാമിന്, ഞാൻ മറന്നുപോയി. അത് എൻ്റെ ഫ്രണ്ടിൽ പാസ്പോർട്ട് ഇരിക്കുന്നുണ്ട്, എന്നിട്ടും ഞാൻ അത് എഴുതിയില്ല, വീട്ടുപേര് ഫുള്ളായിട്ട് എഴുതാനുള്ള. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ നോക്കുമ്പോൾ പേര് കറക്റ്റ് എന്നുള്ളത്, പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി. OETയിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മുടെ പേപ്പർ ക്യാൻസൽ ആവുക, അവർ നോക്കും കൂടിയില്ല.
പക്ഷെ എൻ്റെ സ്കോർ വന്നപ്പോൾ എല്ലാം ബി സ്കോറ്. അതുപോലെ സ്പീക്കിങ്ങിന് ഇരുന്നപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പച്ച അല്ലെങ്കിൽ നീല എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കോർ കിട്ടും എന്നുള്ള ഇതിൽ. അപ്പം ഞാൻ സ്പീക്കിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിച്ച് എന്നാൽ എനിക്ക് സ്പീക്കിങ് കിട്ടി. അങ്ങനെ എനിക്ക് OET ക്ലിയറായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് തടസ്സം. വിസയിൽ ഞാൻ ഏജൻസിയോട് ഞാൻ ഇപ്പോൾ OET ട്രെയിനറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് വേറൊരു ഇതിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഏജൻസിയോട് ഞാൻ വെക്കണോ, വിസയ്ക്ക് വെക്കുമ്പോൾ ഞാൻ വെക്കണോ, ഞാൻ എംപ്ലോയിഡ് എന്ന് പറഞ്ഞ് വെക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് നേഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് വ്യത്യസ്തമല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതേപടി വെച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ലീഗൽ അഡ്വൈസർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അത് വെച്ചില്ല, നിങ്ങളുടെ വിസ വരെ റിജക്റ്റ് ആവും എന്ന് പറഞ്ഞതോടുകൂടി ഞാൻ പിന്നെയും ഡൗൺ ആയി. പിന്നെ അച്ഛനെ വന്ന് കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞു 45 ദിവസം കഴിഞ്ഞിട്ടും നിൻ്റെ ശരിയായില്ലെങ്കിൽ വന്ന് കാണണം എന്ന് പറഞ്ഞ് ഈ ചീട്ട് അന്ന് ഇവിടെ ചീട്ട് കാണിച്ചത് എനിക്ക് അതേപടി എന്നെ തിരിച്ചു തന്നിട്ട് പറഞ്ഞു 45 ദിവസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ നീ തിരിച്ചു വാ, നമുക്ക് മാതാവിൻ്റെ എന്താണ് മെസ്സേജ് എന്ന് എടുക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ചയായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയും കിട്ടി. അപ്പം ഞാൻ ഈ മാസം 19 ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. ഇത്രയും ഈ പ്രോസസ്സിൽ ഒരുപാട് ഘട്ടങ്ങൾ തടസ്സം വരുമ്പോഴൊക്കെ മാതാവിനെ മുറുകെ പിടിച്ചാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എൻ്റെ OETയുടെ എക്സ്പയറി ആവുന്നത്. സ്കോർ വരെ ആദ്യം എഴുതാൻ തന്നെ പാടായിരുന്നു. അത് കിട്ടിയത് തന്നെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മാനസിക പ്രശ്നമായിരുന്നു. അതെല്ലാം മാതാവ് ശരിയാക്കി തന്നു. പിന്നെയുള്ളത് എൻ്റെ അനിയത്തിയുടെ കാര്യമാണ്. അനിയത്തിക്ക് നഴ്സിങ്ങിന് 5th സെമസ്റ്ററിൽ ഡിസ്റ്റിങ്ഷൻ്റെ കിട്ടി. അതിൻ്റെ മുമ്പത്തെ 4th സെമസ്റ്ററിൽ അവളുടെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ലായിരുന്നു. അതിന് കാരണം കോളേജിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, അവൾക്ക് പെട്ടെന്ന് ടെൻഷനാവും, കരച്ചിലാവും. ഡെയിലി വീട്ടിൽ വരുമ്പോൾ ഒരു കരച്ചിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ആൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് സന്തോഷത്തോടെ വരും എന്നുള്ള പ്രതീക്ഷ. ഡെയിലി വരുമ്പോൾ എന്നും കരച്ചില. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ മതി, പെട്ടെന്ന് ടെൻഷനാവും. അതുപോലെ എക്സാമിൻ്റെ സമയത്ത് ആൾക്ക് ഉറക്കമില്ല, ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ 5th സെമസ്റ്ററിൻ്റെ ഒക്കെ ആയപ്പോൾ എക്സാമാന്ന് പറയുമ്പോൾ നാളെയല്ലേ, വേണമെങ്കിൽ ജയിച്ചതൊക്കെ മതി എന്നുള്ള ഇതിലേക്കായി. ആള് നല്ല സ്കോർ കിട്ടണം എന്നല്ല, ആളുടെ ടെൻഷൻ കുറയണം എന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഇപ്പോൾ അവൾക്ക് എക്സാമിന് കൂളായിട്ട് നടക്കുമ്പോൾ ഇപ്പം ഞങ്ങൾക്കാ പേടി, ഇനി അവൾ പഠിക്കണില്ലേ എന്നുള്ള ടെൻഷനിലായി ഞങ്ങൾക്ക്. അത്രയ്ക്ക് ടെൻഷൻ കുറഞ്ഞു. ഇപ്പം എല്ലാം ക്ലിനിക്കിലായാൽ പോലും ഒന്നിനും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നെക്കാട്ട് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് എൻ്റെ അനിയത്തിക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് മാതാവിൽ. കാരണം അവള് പാലയിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു 2019 ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് എൻട്രൻസിന്. അപ്പം അന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് കൃപാസന പത്രം വരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അന്ന് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2020 ഒരു പേപ്പർ കിട്ടി. അപ്പോഴും ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല. കാരണം അന്ന് എനിക്ക് പൊള്ളിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു നേഴ്സ് തന്നായിരുന്നു. എന്നോട് പറഞ്ഞു ഒന്ന് പോയി പ്രാർത്ഥിക്കുക, അപ്പം നിൻ്റെ തടസ്സം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പോഴും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ഈ 2023 വരുന്നത്. പിന്നെ എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരിക്കും കുറച്ച് പേപ്പർ ക്ലിയർ ആവാണ്ടായിരുന്നു 1st സെമസ്റ്ററിൽ. അപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴേക്കും ഫുൾ കംപ്ലീറ്റ് ആയാൽ മാത്രമേ എക്സാം എഴുതിക്കുള്ളൂ, അങ്ങനെയൊക്കെ വന്നായിരുന്നു. അപ്പോൾ എന്തായാലും ആ കുട്ടിയുടെ എല്ലാം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോൾക്ക് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അത് കിട്ടിയായിരുന്നു. പിന്നെ ആക്സിഡൻറ്റിൻ്റെ കാര്യം അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ 2 ആഴ്ച മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഞാനൊന്ന് ആക്സിഡൻ്റ് ആയായിരുന്നു. ഞാൻ റോട്ടിൽ വീണതാണ്.
പെട്ടെന്ന് ബസ് വന്നപ്പോഴേക്കും സൈഡ് കൊടുത്തപ്പോഴേക്കും ഞാൻ കുഴിയിലേക്ക് വീണു. പക്ഷെ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ച് പോകുന്നതിനേക്ക് മുമ്പ് മുറിവ് ഉണങ്ങില്ല, നീരൊക്കെ നല്ലപോലെ നീരുണ്ടായിരുന്നു. ഇവിടുത്തെ തൈലം പറ്റും, ഉപ്പിട്ട് ഞാൻ എന്നും കഴുകി തുടച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തൈലം പറ്റി എൻ്റെ കാലിലെ നീര്, കയ്യിൽ ഇത് ഒക്കെ കുറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായത്, ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞ ചെടിയുണ്ട് കേട്ടോ. ഒരിക്കലും അത് പൂക്കില്ല. ഞങ്ങൾ മേടിച്ചപ്പോൾ തുടങ്ങി അത് പൂക്കാത്തൊരു ചെടിയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ധ്യാനത്തിൽ ഒരു ദിവസം പറഞ്ഞാണ്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നമുക്ക് മാതാവ് നമ്മുടെ ഒപ്പം ഉണ്ട് എന്നൊരു പ്രസൻസ് നമുക്ക് അറിയണമെങ്കിൽ ഇതുവരെ നടക്കാത്തൊരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഞങ്ങളുടെ വീട്ടിൽ ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞ സാധനം ഇതുവരെ പൂത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ ഇതൊന്ന് വെച്ച് നോക്കാം, ഇത് പൂക്കുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും അച്ഛൻ പറഞ്ഞതല്ലേ ഒന്ന് വെച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു ധ്യാനത്തിൻ്റെ ഇടയിൽ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഹൈഡ്രാഞ്ചിയ പൂത്തു. ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോഴും ഇപ്പോഴും പൂത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഹൈഡ്രാഞ്ചിയ. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം. പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് ഞങ്ങൾ കൃഷി സ്ഥലത്ത് സ്പ്രേ ഒക്കെ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു. കൃഷി സ്ഥലത്ത് ഞങ്ങൾ ടെറസിന് മുകളിലാണ് കൃഷി ചെയ്യുന്നത്. അവിടെ അതൊക്കെ ഞങ്ങൾക്ക് ഇത്രയും നാൾ ഞങ്ങൾ ഒരു പാവലൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കഷ്ടപ്പെട്ടാണ് ഒരെണ്ണമൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ വിളവുകളും കിട്ടിയിട്ടുണ്ട്. അതിന് മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. നിശ്ചിത പ്രവൃത്തികൾ ഞങ്ങൾ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ പള്ളികളിൽ അവിടെ പോയി കൊടുക്കുക. അത് ഹിന്ദുക്കളൊന്നുമില്ല, ക്രിസ്ത്യൻസൊന്നുമില്ല, എല്ലാവർക്കും ആയിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തൈലം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും തൈല്, തേൻ അങ്ങനെയൊക്കെ വേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തൈലം ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ പരട്ടി കൊടുക്കുകയുള്ളൂ, കൊടുക്കാറില്ല. തൈലം എന്തെങ്കിലും ആരെയും ചോദിക്കുകയാണെങ്കിൽ വേദനയാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പരട്ടി കൊടുക്കാറുണ്ട് തൈലം. അതുപോലെ തന്നെ തേന്, ഉപ്പ് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും അമ്മച്ചിമാർ വേദനയാണ് മോളെ കുറച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചോറ്, കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചോറ് പൊതികെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അത് റോട്ടിൽ കാണുന്നവർ, അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഞങ്ങൾക്കിപ്പോൾ പോകുമ്പോൾ കുറച്ച് കൈ കരുതും, അപ്പോൾ കാണുന്നവർക്കൊക്കെ അങ്ങനെ കൊടുക്കും. അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകം അങ്ങനെ കൊടുക്കാറില്ല എന്നുള്ളൂ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. മകള് വഴിയാണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത്. ഉടമ്പടിയിൽ വന്നിട്ട് വെച്ചതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ വിശ്വാസത്തിലാണ്. ആഴ്ചയിൽ 2 ദിവസം ഓർത്തഡോക്സ് സഭയിലായതുകൊണ്ട് ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു പതിവ് ഞങ്ങൾക്കില്ല. ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ പള്ളിയിൽ പോവും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും. പിന്നെ ബൈബിൾ വായിക്കുന്നത് ദിവസവും ഒരധ്യായം വായിക്കും. അത് സങ്കീർത്തനത്തിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതും മക്കളും അതുതന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അരമണിക്കൂർ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ ഹസ്ബൻഡ്, എനിക്ക് 2 പെൺകുട്ടികളാണ്, 2 പെൺകുട്ടികളും ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും അരമണിക്കൂർ ബൈബിൾ വായിക്കാനായിട്ട് സമയം മാറ്റിവെക്കും. പിന്നെ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഞാൻ സാക്ഷ്യത്തിൽ വെക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനോട്. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്ക് ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി ആയിരുന്നു. അറ്റൻഷൻ ഡെഫിഷ്യൻസി വന്നിട്ട് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് 2ാമത്തെ ആഴ്ച അച്ഛൻ സാക്ഷ്യത്തിൽ അച്ഛൻ ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞു,
ഒരു കുട്ടിയുടെ ഇങ്ങനെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയുടെ ഞാൻ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ കണ്ണ് വലുതാണ്, മാതാവിൻ്റെ തോളെ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്കാണ് ആ സൗഖ്യം കിട്ടിയെന്ന്. ഇപ്പം അവന് ട്രീറ്റ്മെൻ്റ് എല്ലാം മതി എന്ന് ഡോക്ടർ പറയുകയും അവൻ ഒരു നോർമൽ ഇതിലേക്ക് വരികയും ചെയ്തു. പിന്നീട് ലഭിച്ചത് എൻ്റെ സഹോദരൻ്റെ മകന് ജോലി കിട്ടിയതാണ്. അവന് പഠിച്ചിട്ട് ഇപ്പം 4 വർഷമായിരുന്നു ബിടെക് കഴിഞ്ഞിട്ട്. പക്ഷേ അവൻ്റെ അപ്പൻ്റെ അസുഖത്തിൻ്റെയും അമ്മമ്മയുടെ അസുഖത്തിൻ്റെയൊക്കെ അവന് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവന് നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി ജോലിയിൽ പ്രവേശിച്ചു. അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അനിയത്തിയുടെ മകളും ഞങ്ങളുടെ റിലേറ്റീവായിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് +2-ന് 80% കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. 2 പേർക്കും 80% കൂടുതൽ മാർക്ക് കിട്ടി. വയറിന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ മാറി കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴത്തേക്കും അവക്കടെ തലയിൽ ട്യൂമർ വന്നു. ട്യൂമർ വന്ന് കണ്ണിന് കാഴ്ചയില്ല, ചെവി കേൾക്കില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ട്യൂമർ വലിയൊരു ട്യൂമറായിരുന്നു RCCയിൽ. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയുടെ ഒരു വശം ഒട്ടിപ്പോവുകയും കണ്ണ് കാണാൻ പാടില്ല, കൺപോള അടയില്ല, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷേ